Hello dears, so we are back with another video on price effect and price consumption curve. So by now we have covered income effect and income consumption curve. Hope you all have understood it. ആ curves ഒക്കെ എങ്ങനെയാണ് വരയ്ക്കാമെന്നും അതെങ്ങനെയാണ് അതിന് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുക, എങ്ങനെയാണ് ഇൻകം കൺസംഷൻ കർവ് ക്രിയേറ്റഡ് ആവുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലായി എന്നുള്ള അസംഷൻ്റെ പുറത്ത് നമുക്ക് പ്രൈസ് ഇഫക്റ്റ് ആൻഡ് പ്രൈസ് കൺസംഷൻ കർവിലേക്ക് പോവാം. So, what is price effect? The effect of change in price of a commodity on the quantity of its purchase is known as price effect. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതർ തിങ്സ് റിമെയിനിങ് കോൺസ്റ്റൻറ്റ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ പറഞ്ഞത് പ്രൈസ് ഓഫ് ദി അതർ ഗുഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ കോൺസ്റ്റൻ്റായി നിൽക്കുമ്പം ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ചസ് വന്നാൽ അതെങ്ങനെയാണ് അതിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ഇറ്റ് വിൽ എഫക്റ്റ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്നുള്ളതിനെയാണ് നമ്മൾ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വില കുറയുകയാണെങ്കിൽ ചിലപ്പം കൂടുതൽ അത് കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യും, കൂടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. When the price of goods changes, the consumer would be either better off or worse off than before, depending upon whether the price falls or rises. അപ്പോൾ പ്രൈസ് ഫോൾ ചെയ്യുമോ റൈസ് ചെയ്യുമോ എന്നുള്ളതിൻ്റെ ബേസിസിൽ ചിലപ്പോൾ ബെറ്റർ ഓഫ് ആവും എപ്പോഴാണ് ഫോൾ ചെയ്യുമ്പോൾ, ആൻഡ് ചിലപ്പോൾ വേഴ്സ് ആവും. പെട്രോളിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ ഒന്നുകൂടെ വേഴ്സ് ആവുന്നു. ഇൻ അതർ വേർഡ്സ്, ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ ഗുഡ്, his equilibrium position would lie at a higher indifference curve in case of fall in price and at a lower indifference curve in case of rise in price. ആ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വില കുറയുന്ന സമയത്ത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും, അപ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഷിഫ്റ്റ് ചെയ്തിട്ട് മേലോട്ടേക്ക് പോകും. അപ്പോൾ പ്രൈസ് കുറയുകയാണെങ്കിൽ നമുക്കൊരു ഹയർ ഇൻഡിഫറൻസ് കർവിലായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം ഉണ്ടാവുക, ആൻഡ് പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറയും, അപ്പോൾ ഒരു ലോവർ ഇൻഡിഫറൻസ് കർവിലായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം തീരുമാനിക്കപ്പെടുക. ക്ലിയർ? ഇനി പ്രൈസ് എഫക്റ്റ് ആൻഡ് പ്രൈസ് കൺസംഷൻ കർവ്, നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് കാണാം. ഇതാണ് നമ്മുടെ പ്രൈസ് കൺസംഷൻ കർവിൻ്റെയും പ്രൈസ് എഫക്റ്റിൻ്റെയും ഗ്രാഫ്. അതായത് നമ്മുടെ PL1 എന്ന് പറയുന്ന, അപ്പോൾ എൻ്റെ മൗസിൻ്റെ ആരോ നോക്കുക, PL1 എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ലൈനാണ് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ഇൻകം. ആ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് IC1 ആണ്. അപ്പോൾ ഈ IC1 നമുക്കറിയാം, ഇപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എപ്പോഴും തീരുമാനിക്കപ്പെടുക വേർ ദ IC ടച്ചസ് ദ ബഡ്ജറ്റ് ലൈൻ, ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ N1 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് Yയും M1 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് Xും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇമാജിൻ ചെയ്യുക, ദ പ്രൈസ് ഓഫ് X ഫാൾസ്, എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ എക്സിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഒബ്വിയസ്ലി എക്സിൻ്റെ ഡിമാൻഡ് കൂടും. എക്സിൻ്റെ ഡിമാൻഡ് കൂടി, അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഹയർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു ഹയർ ഇൻഡിഫറൻസ് കർവ് വരികയാണ് IC2. അപ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഹയറായി, നമ്മുടെ റിയൽ മണി ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റിയൽ മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതായത് വില കുറയുന്ന സമയത്ത് നമ്മുടെ മണി വാല്യൂ, നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കാശ് കൂടുതൽ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ആൻഡ് അപ്പോൾ ഒരു പുതിയ ഇക്വിലിബ്രിയം ഫോം ചെയ്തു. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ M2 ക്വാണ്ടിറ്റി ഓഫ് എക്സും N2 ക്വാണ്ടിറ്റി ഓഫ് വൈയും ആണ്. ക്വാണ്ടിറ്റി ഓഫ് വൈ ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്, പക്ഷേ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. എക്സ് കൂടിയതിനേക്കാൾ കുറവാണ് വൈ കുറഞ്ഞത്. ക്ലിയർ? അങ്ങനെ നമ്മൾ ഓരോ ചേഞ്ച് ഇൻ പ്രൈസിനും ഫോൾ ഇൻ പ്രൈസ് ഓഫ് എക്സിനും എന്തായിരിക്കും, പുതിയ ഇൻഡിഫറൻസ് കർവ്സും പുതിയ ഇക്വിലിബ്രിയങ്ങളും തീരുമാനിക്കപ്പെടും. അങ്ങനെ ഈ ഇക്വിലിബ്രിയം നമ്മൾ എങ്ങനെയാണോ ഇൻകം കൺസംഷൻ കർവിൽ പറഞ്ഞത്, ഈ ഇക്വിലിബ്രിയംസിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. വിത്ത് ഗിവൺ പ്രൈസസ് ഓഫ് ഗുഡ്സ് എക്സ് ആൻഡ് വൈ ആൻഡ് എ ഗിവൺ മണി ഇൻകം ആസ് റെപ്രസെൻറ്റഡ് ബൈ ബഡ്ജറ്റ് ലൈൻ PL1, ദ കൺസ്യൂമർ ഇസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് Q ഓൺ ഇൻഡിഫറൻസ് കർവ്. ഒന്നുകൂടെ ഗ്രാഫ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ Qയിലാണ് അയാളുടെ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത്. ദെൻ ഇൻ ദിസ് ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റ് Q he is buying OM1 of X and ON1 quantity of Y. Let price of good X
fall, price of Y and his money income remaining unchanged. As a result of this price change, budget line shift to the position PL2. The consumer is now on equilibrium at R on a higher indifference curve and is buying OM2 of X and ON2 of Y. He has thus become better off, that is, his level of satisfaction has increased as a consequence of the fall in price of goods X. This continues with further fall. ഇതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനം ആയതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചത്. അപ്പോൾ നമുക്കറിയാലോ പ്രൈസ് കൺസംഷൻ കർവ് എന്താണെന്നൊക്കെ. സോ വെൻ ഓൾ ദ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് സച്ച് ആസ് Q, R, S and T, അത് ആ ഡയഗ്രാം വെച്ചിട്ടാണ് പറയുന്നത്, ആ ജോയിൻ ടുഗെദർ വി ഗെറ്റ് വാട്ട് ഈസ് കോൾഡ് പ്രൈസ് കൺസംഷൻ കർവ്. സോ പ്രൈസ് കൺസംഷൻ കർവ് ട്രേസസ് ഔട്ട് ദ പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റിനെ ട്രേസസ് ഔട്ട് ചെയ്യുന്നതാണ് പ്രൈസ് കൺസംഷൻ കർവ്. അതേപോലെയാണ് ഇൻകം കൺസംഷൻ കർവ് ട്രേസസ് ഔട്ട് ദ ഇൻകം എഫക്റ്റ്. And it shows how the change in price of good X will affect the consumer's purchases of X. Price of Y has staged and money income remaining unaltered. വൈൻ്റെ പ്രൈസോ അല്ലെങ്കിൽ അയാളുടെ ടേസ്റ്റോ പണത്തിൻ്റെ മൂല്യമോ ഒന്നും ഒക്കെ അൺആൾട്ടേർഡ് ആണെങ്കിൽ എക്സിൻ്റെ പ്രൈസ് കുറയുമ്പം കൺസ്യൂമറെ എങ്ങനെയാണത് വാങ്ങിക്കുക, ഏത് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുക എന്ന് കാണിക്കുന്നതാണ് പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് X. Downward sloping price consumption curve for good X means that as the price of good, ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച ആ ഡയഗ്രാമത്തിൽ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് എക്സ് വന്നിട്ടുള്ളത്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ഫാൾസ്, ദ കൺസ്യൂമർ പർച്ചേസസ് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആൻഡ് എ സ്മോളർ ക്വാണ്ടിറ്റി ഓഫ് വൈ എന്നുള്ളതാണ് ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കാണിക്കുന്നത്. ഇനി എങ്ങനെ ഡൗൺവേർഡ് ആയിരിക്കണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി അപ്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ്. അപ്വേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഏതാണ്ട് ഇങ്ങനെ വരും. സോ ക്യൂവിൽ നിന്ന് R, S, T ഇങ്ങനെ നേരെ മേലോട്ടേക്ക് പോവാം. ഈ അപ്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് എക്സ് മീൻസ് ദാറ്റ് വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ഫാൾസ്, എക്സിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ബോത്ത് ഗുഡ്സ് എക്സ് ആൻഡ് വൈ റൈസസ്. അപ്പോൾ ഡിമാൻഡ് കൂടും, എക്സിൻ്റെ വൈൻ്റെയും കൂടും. ദിസ് ഹാപ്പൻസ് വെൻ ദ ഡിമാൻഡ് ഫോർ എക്സ് ഇസ് ഇൻഇലാസ്റ്റിക്. എക്സിൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആവുന്ന സമയത്താണ് ഇത് ഹാപ്പൻ ചെയ്യുക. ഇപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എക്സിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നമുക്ക് എക്സ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യും. എക്സ് വിൽ ബി ഡിമാൻഡഡ് മോർ. എക്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ വൈൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ വരെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ വൈയും കൂടുകയാണ് ചെയ്യുന്നത്. അത് ഏത് സിറ്റുവേഷനിലാണ്? എക്സിൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ, വില കൂടിയാലും കുറഞ്ഞാലും എക്സ് വലിയ തോതിൽ ചേഞ്ചസ് ഒന്നും വരാതെ ഇൻഇലാസ്റ്റിക് ആയിട്ട് നിൽക്കുമെങ്കിൽ ആണ് ഇങ്ങനെ ഉണ്ടാവുക. ക്ലിയർ? ഇനി വേണമെങ്കിൽ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് ആവാം. അപ്പം അപ്വേർഡ് സ്ലോപ്പിംഗ് ആവാം, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാം. ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ, ഡൗൺവേർഡ് അല്ല കേട്ടോ, അത് ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ബാക്ക്വേർഡ് സ്ലോപ്പിംഗ്, ഇതിൻ്റെ പേരിങ്ങനെ വായിക്കണേ, ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞാണ്, സെക്കൻഡ് നമ്മൾ അപ്വേർഡ് സ്ലോപ്പിംഗ് പറഞ്ഞു. ഇത് ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് ആണ്. Backward sloping price consumption curve of good X indicates that when price of X falls after a point, a smaller quantity of it is demanded or purchased. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? വില കുറയുമ്പം നമ്മൾ അതിൻ്റെ കൺസംഷൻ കുറയ്ക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് ഉണ്ടാവുക? ഇൻ കേസ് ഓഫ് ഗിഫൺ ഗുഡ്സ് ഓർ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലാണ് അങ്ങനെ സംഭവിക്കുക. ഇത് കണ്ടോ, പ്രൈസ് കുറയുന്ന സമയത്തേക്ക് നമ്മൾ എക്സ് വാങ്ങിക്കുന്നത് കുറയുകയാണ് ചെയ്യണത്. കണ്ടോ, അടുത്ത ഇക്വിലിബ്രിയം പോയിന്റ് വരുന്ന സമയത്ത് ഏതാണ്ട് സെയിം ക്വാണ്ടിറ്റീനെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അതിലും ഇങ്ങടേക്കൊക്കെ വരുമ്പോൾ അതിലും കുറയുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഇസ് ഹൊറിസോണ്ടൽ പ്രൈസ് കൺസംഷൻ കർവ്. അപ്പോൾ പ്രൈസ് കൺസംഷൻ കർവ്, ഒരു കമോഡിറ്റീൻ്റെ പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്താവാം? ഹൊറിസോണ്ടൽ പ്രൈസ് കൺസംഷൻ കർവ് ആവാം. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ വരും, അതായത് ഏതാണ്ട് പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ട് വരയ്ക്കുന്നത്. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ
its quantity purchased rises proportionately, but quantity purchased of y remains same. വൈൻ്റെ ക്വാണ്ടിറ്റി എക്സിൻ്റെത് നന്നായിട്ട് ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട് വില കുറയുമ്പോൾ, പക്ഷെ വൈൻ്റെത് ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഇറ്റ് ഹാപ്പൻസ് വെൻ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഗുഡ് എക്സ് ഇസ് ഈക്വൽ ടു യൂണിറ്റി. അപ്പോൾ യൂണിറ്റി ആവുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡൊക്കെ ഒന്ന് ഓർത്തെടുക്കൂ. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷനേറ്റ് ആയിരിക്കും, പ്രൈസ് കുറയുന്നതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ഡിമാൻഡും കൂടുക. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരിക എപ്പോഴാണെന്ന് വെച്ചാൽ വൈൻ്റെ കേസും കൂടെ പറയും. എക്സിൻ്റെത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റിയാണ്, വൈ മാറാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് പ്രൈസ് കൺസംഷൻ കർവ് കിട്ടുക. ഇനി ഇങ്ങനെയൊന്നുമല്ല, ആക്ച്വൽ സിറ്റുവേഷനിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് പ്രൈസ് കൺസംഷൻ കർവ് ഉണ്ടാവുക. എപ്പോഴും ഹൊറിസോണ്ടലോ ഡൗൺവേർഡോ അപ്വേർഡോ ബാക്ക്വേർഡോ ഒന്നുമല്ല, ചിലപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടായിരിക്കും റിയൽ ലൈഫിൽ പ്രൈസ് കൺസംഷൻ കർവ് ഓഫ് എ കമോഡിറ്റി ഉണ്ടാവുക. Hope it is clear. If you have any doubts, please do clarify. Thank you.